തലവേദനയാണത്രേ. പരിചയമില്ലാത്ത കാര്യങ്ങൾ തുടങ്ങിയ അങ്ങനെ ഇരിക്കും. നീ അത് പിന്നെയും പിന്നെയും വിസ്തരിക്കണ്ട. എണീറ്റൊന്ന് കുളിച്ചാ മാറുന്നു പറ. ചെറുതായിട്ട് തുടങ്ങിയിട്ട് തന്നെയാ ചിലർക്ക് മാറ്റാൻ വയ്യാത്ത ദുശീലാവണത്. ബാലേട്ടന് ആ പേടിയാ. അവനത് തോന്നും. എല്ലാം വിറ്റുപെറുക്കി തർപ്പണം ചെയ്തിട്ടല്ലേ അയാൾ പോയത്. അവന്റെ അച്ഛൻ ദേവകിയെടുത്തെ കല്യാണം കഴിച്ചാൽ ആള് നന്നാവുന്നായിരുന്നു എല്ലാവരുടെയും വിചാരം. എവിടെ മാറാൻ? പകല് മുഴുവൻ കണ്ട ദിക്കിൽ ചുറ്റിത്തിരിയേണ്ട നേരത്തവിന് അച്ഛന്റെ ഓഫീസിലെ പണിസ്ഥലത്തോ ഒക്കെ പോയി കാര്യങ്ങൾ മനസ്സിലാക്കിക്കൂടെ? പ്രായം ഇതല്ലേ, അത്രയ്ക്ക് സീരിയസ്നെസ് ആയിട്ടില്ല. ആ, അവനെ വിളിക്ക്. ഹാസി വാ, ചേരില് തുടങ്ങാറായി. ആ വാ വാ. വാടോ. ബാലേട്ടൻ അവൻ അപ്പോഴേ പോയില്ലേ. എടാ, ബാലൻ നിന്റെ പാർട്ടിയും ബഹളവും ഇവിടെ പറഞ്ഞില്ല. എന്നെ കണ്ടാൽ കിണ്ണം കട്ടൂന്ന് തോന്നുമെന്ന് ചോദിച്ച മാതിരി നീ തന്നെ ഞെളിഞ്ഞെന്ന് വർത്താനം പറയേണ്ട വല്ല കാര്യമുണ്ടോ? ഉഷ്ണകാലത്ത് ഒരു ഗ്ലാസ് ബിയർ കുടിച്ചു എന്ന് അറിഞ്ഞാൽ ഇവിടെ ആരെങ്കിലും നിന്റെ തലയെടുക്കുവോ മണ്ട? ഇതാര്? വരൂ. എടോ രവി, ഡേവിഡ് പോകുമ്പോ നമ്മളൊരു ഫ്യൂ ഡേയ്സിന് പോയാലോ? അവന്റെ കത്തി നീ ഫുള്ളായിട്ട് വിശ്വസിച്ചോ? മദ്രാസിൽ ഉർവശി, രംഭ, മേനക ഒക്കെ റെഡിയായി നിൽക്കണ റോഡ്. അതിനല്ലടോ, ഒരു ചേഞ്ച്, ഫ്യൂ ഡേയ്സ്. എടോ സുബിടു, എന്റെ അമ്മ ഒരു ടീച്ചറാ. ഒരു ടീച്ചറുടെ ശമ്പളം എത്രയാണെന്നറിയോ? എന്റെ താഴെ 3 എണ്ണം സ്കൂളിലുണ്ട്. അങ്ങനെ ധാംധൂം ചെലവാക്കാൻ കാശില്ല. പിന്നെ നിങ്ങളുടെയൊക്കെ കമ്പനി കൂടുന്നു, അത് വേറെ കാര്യം. മൂപ്പിൽസ് വലിയ കാശാനാണെന്നുള്ള നാട്യമൊന്നുമില്ല എവിടെയും. ഇവൻ എന്നെ ഒരു വെപ്പ് വെച്ച് പോയവനാ. കടം വാങ്ങി 25 മണീസിന്റെ അഡ്രസ് ഇല്ല. ഞാനിപ്പോ വരാം. എടോ നിൽക്ക്. എടാ, അവറ്റൊക്കെ തനി മറ്റേ സൈസാ. ഇവൻ എന്റെ ഇവിടെ എത്ര കാലം കറവിന് വന്നവനാ. കടം വാങ്ങി 25 മണീസ് വിടാനോ? കിട്ടിയാൽ സിനിമയ്ക്ക് ടിക്കറ്റ് എന്റെ വക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അതൊന്നും കിട്ടൂലടോ. ഞാൻ പിന്നെ വടി പോലെ എങ്ങനെ നടക്കേ? രാമു, അയ്യോ, സ്വാമിക്കുട്ടി എന്താണ് ഈ വഴിക്ക്? നിന്നെ ഞാൻ എവിടൊക്കെ തെരഞ്ഞു. കാര്യമൊക്കെ കുറച്ച് മോശമാണ് സ്വാമിക്കുട്ടി. നമ്മളെ വീട്ടിലെ ബാങ്ക് എടുത്ത സ്വാമിയില്ലേ, സ്വാമിയുടെ മോനാ സ്വാമിക്കുട്ടി. നീ ഒരാഴ്ചക്കുള്ളിൽ തരാമെന്ന് പറഞ്ഞ് മേടിച്ചിട്ടിപ്പോ ശനിയുണ്ട്. 10 ലിറ്റർ കറക്കും. മഠത്തിലേക്ക് വേണോ? 10 ആരാ? രാവിലെ 9, വൈകുന്നേരം 7. കുറഞ്ഞ കാശ് തിരിച്ചു കൊടുത്ത് ഞങ്ങൾ മടക്കി കൊണ്ടുവന്നോളാം. എന്താ വന്ന കാലം മേലെ മുറ്റത്ത് നിൽക്കണ? ഞാൻ നീ എന്നാ അങ്ങോട്ട് വരുവാ? വരാം സ്വാമിക്കുട്ടി. പണ്ടും പണയത്തിന് എടുക്കുവോ സ്വാമി? ഇല്ല, അങ്ങനെ ആ ബിസിനസ് അച്ഛനിപ്പോൾ ചെയ്യണില്ല. ഈ കുപ്പായം ഫോറിനാ? അല്ല, റെഡിമെയ്ഡ്. നടക്കട്ടെ. നീയിപ്പോ ഇവിടെയാ? ആകപ്പാടെ ബുദ്ധിമുട്ടാണ് സ്വാമിക്കുട്ടി. വകയിലൊരു പെങ്ങളും മരുമോളും ആണിത്. ചിലപ്പോ ഇവിടെ. ആ കുന്നുംപുറത്തെ വീടോ? അത് ഓൾഡല്ലേ, ഓളെ ഒഴിവാക്കി. ഒരു വെള്ളം കുടിക്കാൻ പൈസ തരും സ്വാമിക്കുട്ടി.
How much? 7 rupees. Okay. താങ്ക് യു മാഡം. Good morning. പിള്ളേരെ പോയടാ. You? പോയടാ. ഗുഡ് മോർണിംഗ്. Ashton Krishna Panika Ruda Vide. Kathakali Ashton Krishna Panika. Not here. Changed. Ipolevide. Now near that Ayyappangavu. Ayappankavu. I will show. Thank you. Where is it? That side. Behind. Munakola Mamba ഞാൻ വന്നു താമസിച്ചിട്ടുണ്ട്. അശ്വതാടത്ത് കഥകളി പഠിച്ചു. ആശാന്റെ അടുത്ത് കഥകളി പഠിച്ചോ? യുനോ മലയാളം? ഓ കുറച്ച്. അശ്വൻ മലയാളം മാത്രം അറിയാം. അപ്പോൾ പഠിക്കാതെ പറ്റില്ലല്ലോ. Do you know Ashen? Oh, he's great. Don't you think so? Yes. Ashen did Damayanti. It's fantastic. കണ്ടിട്ടില്ലേ? Yes. Fantasy. അടുത്ത ലക്കത്തില് പുതിയ നോവൽ തുടങ്ങാം. It's a nice place. Yes. Are the people friendly? Very friendly. കുറച്ച് കടലിപ്പഴം വാങ്ങിച്ചോളൂ പൂജിക്ക. പിന്നെ ആ കഥകളിക്കാരൻ പണിക്കര് ഇവിടെ താമസിക്കുന്നത്? വണ്ടിക്കരാശാനല്ലേ? ആ. ഇവിടുന്ന് തൃപ്പൂണിത്തുറയ്ക്ക് മാറിയല്ലോ. അവിടുന്നല്ലേ മരിച്ചേ? മരിച്ചു? Oh, dead. അതറിയില്ല. എല്ലാ പേപ്പറിലും വലിയ ചിത്രവും ന്യൂസും പ്രസിഡന്റും പ്രധാനമന്ത്രിയും കൂടെ അനുശോചനം രേഖപ്പെടുത്തിയിരുന്നല്ലോ. പഠിക്കണ കുട്ടികള് പേപ്പറൊന്നും നോക്കില്ല എന്നുണ്ടോ? I can't believe it. I only wrote him 6 months ago. Oh, such a loss.